ഗാസയിൽ ഒന്നാം വട്ട വെടിനിർത്തലിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി അധിക നാളില്ല. കരാറിനിടയിലും ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ഹമാസിന് വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയും ഒരു ഘട്ടത്തിൽ ബന്ദി കൈമാറ്റം വരെ പ്രതിസന്ധിയിലാവുകയും ചെയ്തതാണ്. എന്നാൽ അടുത്ത വട്ട ചർച്ചകൾക്കുള്ള വഴിയൊരുങ്ങവെയാണ് ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ പ്ലാൻ വന്നത്. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്നാണ് അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം പറയുന്നത്. ഒരു തരത്തിൽ 1.5 വർഷമായി തുടരുന്ന ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്ന നിലപാടാണ് ഇസ്രായേൽ ജനതയ്ക്കും ഉള്ളത്. അതിൻ്റെ സൂചന ആത്മഹത്യയുടെ രൂപത്തിലും ജോലി ഉപേക്ഷിക്കലുമൊക്കെയായി ഇസ്രായേൽ പട്ടാളക്കാരിൽ നിന്നു തന്നെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ യുദ്ധം തീർക്കാൻ ഒരു തരത്തിലും വഴങ്ങാത്തയാളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതിൻ്റെ കാരണവും മറ്റൊന്നല്ല. യുദ്ധം നിർത്തിയാൽ നെതന്യാഹുവിനെ കാത്തിരിക്കുന്നത് അന്താരാഷ്ട്ര കോടതിയുടെ വിചാരണയും ഒരുപക്ഷെ ജയിൽവാസം തന്നെയാകാം. കാരണം അത്രയേറെ യുദ്ധക്കുറ്റങ്ങളാണ് നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ചുമത്തിയിരിക്കുന്നത്. തദ്ദേശീയരുടെ എതിർപ്പും മറ്റൊരു വശത്ത് വന്നിട്ടുണ്ട്. ഇതോടെ നെതന്യാഹു ഭരണത്തിൽ നിന്നും ഇറങ്ങേണ്ടി വരുമെന്നും ഉറപ്പായിരിക്കുകയാണ്. അതിലേക്ക് വഴിയൊരുക്കിയതാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ജൂത പുരോഹിതന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ പ്രതികരണം. മുതിർന്ന ഹരൂതി ജൂത റബ്ബി ഡോവ് ലൻഡാവുവാണ് പുതിയ പ്രതികരണവുമായി വന്നത്. കെടുതികളും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ഇസ്രായേൽ അറബികൾ ഭരിക്കണമെന്നാണ് ഡോവ് ലൻഡാവുവിന്റെ അഭിപ്രായം. മുൻകാലങ്ങളിലെന്ന പോലെ സ്വന്തമായി രാജ്യമില്ലാതെയും ജൂതന്മാർക്ക് അറബികൾക്കൊപ്പം നന്നായി ജീവിക്കാമെന്നും ലിത്വാനിയയിലെ സ്ലബോക്ത യശീവ ഹരൂതി വിഭാഗത്തിന്റെ ഏറ്റവും ഉന്നതനായ പുരോഹിതനായ റബ്ബി ഡോവ് ലാൻഡാവ് പറഞ്ഞു കഴിഞ്ഞു. 90 വർഷം മുമ്പ് ഫൈസൽ രാജാവുമായി സഹകരിക്കുകയായിരുന്നുവെങ്കിൽ സംഘർഷം ഉണ്ടാവുമായിരുന്നില്ലത്രേ. അറബികളോട് നന്നായി പെരുമാറുകയാണെന്നുവെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാവുമായിരുന്നു. അറബികളെ വെറുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് സയനിസ്റ്റുകൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മതഗ്രന്ഥമായ തൗറാത്ത് വളച്ചൊടിച്ചാണ് സയനിസ്റ്റുകൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ജൂതന്മാർ കൊല്ലപ്പെടുന്നത് പോലും. സയനിസ്റ്റുകൾ ജൂതന്മാർക്ക് ആത്മീയ ദുരന്തങ്ങൾക്കൊപ്പം ഭൗതിക ദുരന്തങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. സയനിസത്തിന് ജൂതമതവുമായി ഒരു ബന്ധവുമില്ല. തൗറാത്ത് പഠിക്കുന്നവരെ സൈന്യത്തിൽ ചേർക്കുന്ന ഭരണകൂടത്തിന് നിലനിൽക്കാൻ അവകാശവുമില്ല. ഇസ്രായേലി സൈന്യം നമുക്കെതിരെ യുദ്ധത്തിലാണ്. അവർ തോറ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. 1222, 1303, 1870, 1908 എന്നീ വർഷങ്ങളിൽ ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ സുനാമികൾ ഉടലെടുത്തിരുന്നതാണ്. എന്നാൽ സന്റോറിനിക്ക് സമീപം കടലിൽ മൗണ്ട് കുളംബോ എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നുമുണ്ട്. ഇപ്പോഴത്തെ ഭൂചലനങ്ങൾക്ക് ഈ അഗ്നിപർവ്വതവുമായി ബന്ധമുണ്ടോയെന്നും ശാസ്ത്രജ്ഞർ അന്വേഷിച്ചു വരികയായിരുന്നു. 17-ാം നൂറ്റാണ്ടിലായിരുന്നു ഈ അഗ്നിപർവ്വതം ഇതിനു മുമ്പ് സ്ഫോടനം നടന്നത്. സുനാമി എന്ന പേര് രാജ്യാന്തര പൊതുബോധത്തിൽ ആഴത്തിൽ വേരുറപ്പിച്ചത് 17 വർഷം മുൻപ് 2004 ക്രിസ്മസ് പിറ്റേന്നുണ്ടായ ബോക്സിംഗ് ഡേ സുനാമിയെ തുടർന്നാണ്. ഇതിനു മുമ്പ് ഇതേ അളവിലുള്ള മെഗാ സുനാമികൾ ലോകത്തുണ്ടായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അക്കാലത്ത് ഇന്നത്തെ ഇസ്രായേൽ നിലനിൽക്കുന്ന മേഖലയിലെ ദോറിൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള സുനാമി ആക്രമിച്ചിരുന്നതായും അദ്ദേഹം പറയുകയുണ്ടായി. BC 479 ഗ്രീസിലെ പൊഡിഡയിൽ സംഭവിച്ച സുനാമിയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യ സുനാമിയെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഗ്രീക്കിലെ പോഡിഡ പട്ടണം പിടിച്ചടക്കാൻ പേർഷ്യൻ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇതുണ്ടായതത്രേ. AD 79 ഇറ്റാലിയൻ വമ്പൻ നാശനഷ്ടങ്ങൾക്ക് വഴിവെച്ച വെസൂവിയസ് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഭാഗമായി ഒരു ചെറിയ സുനാമിയും ഉണ്ടായിട്ടുണ്ട്. അളവിൽ ചെറിയ തോതിലായതിനാൽ വലിയ നാശനഷ്ടങ്ങൾ അന്ന് സംഭവിച്ചിരുന്നില്ല. എന്നാൽ AD 262 തുർക്കിയിലെ അനത്തോലിയ മേഖലയിൽ വൻ ഭൂചലനം സംഭവിക്കുകയും ഇതേ തുടർന്ന് സുനാമി ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിലെ പല നഗരങ്ങളും ഇതുമൂലം വെള്ളത്തിനടിയിലായതായി പറയുന്നുണ്ട്. AD 365 കിഴക്കൻ മെഡിറ്ററേനിയൻ അലക്സാൻഡ്രിയൻ മേഖലകളിലുണ്ടായ ക്രീറ്റ് ഭൂചലനത്തെ തുടർന്ന് 100 അടി ഉയരത്തിൽ സുനാമി തിരകൾ വന്നിട്ടുണ്ട്. ഈജിപ്തിലെ അലക്സാൻഡ്രിയ ഉൾപ്പെടെ പട്ടണങ്ങൾ തിരകളുടെ ആക്രമണത്തിൽ നശിക്കപ്പെടുകയും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയും നിരവധി കപ്പലുകൾ നശിക്കുകയും ചെയ്ത അന്നത്തെ ഈ ആക്രമണത്തോടെ അത് വലിയൊരു സംഭവമായി തന്നെ കണക്കുകൂട്ടിയിരുന്നു. ഇന്നത്തെ ലിബിയയിലും ടുണീഷ്യയിലുമുള്ള ഒട്ടേറെ പട്ടണങ്ങളും ഈ സുനാമിയുടെ ആക്രമണത്തിന് ഇരയായവയിൽപ്പെടുന്നവയാണ്. AD 551 ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലും സുനാമി ഉണ്ടായതായി പറയുന്നുണ്ട്. AD 684 ജപ്പാനിലെ ആദ്യ സുനാമിയും ഉണ്ടായതായി കണക്കാക്കുന്നു. രാജ്യത്ത് നടന്ന ഹങ്കുഹോ നാങ്കൈ ഭൂചലനത്തെ തുടർന്ന് ഈ വമ്പൻ സുനാമി ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട്. 1670
1974 ഇന്തോനേഷ്യയിലെ ബാൻഡ് കടലിൽ ഒരു വലിയ സുനാമി ഉടലെടുത്തതായി പറയുന്നുണ്ട്. 100 മീറ്ററോളം ഉയർന്ന സുനാമി തിരകളിൽപ്പെട്ട് 2000 പേർക്ക് ജീവൻ നഷ്ടമായി. 1700-ൽ അമേരിക്ക, കാനഡ മേഖലയിൽ സംഭവിച്ച ഭൂചലനത്തിന്റെ ഭാഗമായും സുനാമികൾ ഉണ്ടായിട്ടുണ്ട്. 1707-ൽ ജപ്പാനിൽ നടന്ന ഹോയർ ഭൂചലനം, 1741-ൽ അവിടെ തന്നെ ഉണ്ടായ ഒഷിമ അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയൊക്കെ ഈ സുനാമി തിരകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ അടുത്തു കിടക്കുന്ന പ്രദേശമായ ഇസ്രായേലിന് പോലും വൻ ദുരന്തം സംഭവിക്കാൻ അധിക നാളില്ല എന്ന് ഈ റബ്ബി പ്രവചിച്ചിരിക്കുന്നത്. അതിലേക്ക് വഴിവെച്ചിരിക്കുന്നതാകട്ടെ ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതിയുമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ തയ്യാറായിട്ടില്ല. കാരണം ഒരു ഘട്ടത്തിൽ വാക്ക് തെറ്റിച്ച ഇസ്രായേലിനെതിരെ ശക്തമായി പോരടിക്കും എന്ന് തന്നെയാണ് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഇസ്രായേലിന് അവസാന മുന്നറിയിപ്പും ഇറാൻ കഴിഞ്ഞ ദിവസം നൽകിക്കഴിഞ്ഞു. മൂന്നാമത്തെ നേരിട്ടുള്ള ആക്രമണം ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് പ്രതീക്ഷിക്കാമെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇറാന്റെ മുതിർന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറായ അലി ഫദവിയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി ശരിയായ സമയത്ത് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായി വാർത്തകൾ വന്നിട്ടുണ്ട്. ഏപ്രിൽ, ഒക്ടോബർ മാസങ്ങളിൽ ഇറാൻ മുമ്പ് ഇസ്രായേലിനെ മിസൈൽ ആക്രമണത്തിലൂടെ രക്ഷപ്പെട്ടിരുന്നതായും പറയുന്നുണ്ട്. ഇറാന്റെ പ്രതിരോധ ശക്തി ദുർബലപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഒക്ടോബർ 26-ന് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ അമേരിക്കയും വാനോളം പുകഴ്ത്തിയതാണ്. എന്നാൽ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് എതിരാളികളിൽ നിന്നുള്ള ഭീഷണികളെ വിജയകരമായി അതിജീവിച്ചിട്ടുണ്ടെന്നും ഫദവി വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ ദുഷ്ടന്മാർ നമുക്കെതിരെ യുദ്ധം ചെയ്യാത്ത ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ലെന്നും നമ്മെ നേരിടാൻ മറുവശത്ത് ആരാണ് നിൽക്കുന്നതും മഹാനായ സാത്താൻ ആണെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ പെടുന്നതും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളെ ഗ്രേറ്റ് സാത്താൻ എന്ന് വിശേഷിപ്പിച്ച് 1979 നവംബർ 5-ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ ആയത്തുള്ള ഖമേനിയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ സന്ദർശിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇറാനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ആണവ വികസനം പരിമിതപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ച നടത്തി ഒരു ദിവസത്തിന് ശേഷമാണ് അലി ഫദവിയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇസ്രായേൽ ഇറാന് വലിയ തിരിച്ചടി തന്നെ നൽകിയിട്ടുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ നമുക്ക് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നതിൽ എനിക്ക് സംശയമില്ലെന്നും നെതന്യാഹു അന്ന് ഈ സന്ദർശന വേളയിൽ പറഞ്ഞിരുന്നു. ഇറാൻ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു വശത്ത് ഇറാനെ ഭീഷണിപ്പെടുത്തുകയും മറുവശത്ത് ഇറാന്റെ അഭിപ്രായങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ്. ഇറാനുമായുള്ളൊരു കരാറിന് ട്രംപ് നേരത്തെ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇറാന്റെ ആണവായുധ മേഖലയ്ക്ക് മേൽ ആദ്യ ഭരണകാലത്ത് കൊണ്ടുവന്ന സമ്മർദ്ദം വീണ്ടും കൊണ്ടുവരാൻ ട്രംപ് ശ്രമിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി. 2024 ഏപ്രിൽ 13-ന് നടന്ന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1 എന്ന ഇറാന്റെ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 300-ലധികം മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടിരുന്നു. ദമാസ്കസിൽ 2 ഇറാനിയൻ ജനറൽമാരെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിരുന്നു ഇറാന്റെ ഈ നടപടി. എന്നാൽ 24 ഒക്ടോബർ 1-നാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 നടന്നത്. മുൻ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഇറാനുമായി സഖ്യമുണ്ടാക്കിയ നേതാക്കളെ വധിച്ചതിന് പകരമായി ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഏകദേശം 200 മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്, അതും ഒരേ സമയം തന്നെ. എന്നാൽ ഈ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാന് ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ കഴിയുമെന്ന് സുപ്രീം നേതാവ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ രാജ്യത്തിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ ഇറാനെ ഒരിക്കലും തളർത്തില്ലെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറയുകയുണ്ടായി. ഇറാന്റെ നിലപാട് എല്ലാവർക്കും വ്യക്തമാണ്. സമ്മർദ്ദത്തിനും ഭീഷണികൾക്കും വഴങ്ങി ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി ഒന്നുകിൽ ഒരു കരാറിലെത്തുക, അല്ലെങ്കിൽ കടുത്ത ആക്രമണങ്ങൾ നേരിടുക എന്ന ട്രംപിന്റെ നിർദ്ദേശത്തോടുള്ള ഇറാന്റെ മറുപടിയായാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നത്. ഇറാനെതിരെ പരമാവധി സമ്മർദ്ദവും പ്രമേയങ്ങളും കൊണ്ടുവരാൻ ശത്രുക്കൾ ശ്രമിച്ചെങ്കിലും അതിലൊന്നും ഇറാൻ പതറിയിട്ടില്ലെന്നാണ് അരാഗ്ചി പറയുന്നത്. അതിനിടയിലാണ് യുദ്ധകളത്തിൽ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമായ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനായി 2 തരം നൂതന തന്ത്രപ്രധാനമായ ആശയവിനിമയ വാഹനങ്ങളെ സേനയിലേക്ക് ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ മാധ്യമമായ പ്രസ് TV പറയുന്നത് പ്രകാരം IRGCയുടെ സൈനിക ശേഷിയിൽ വളർച്ച അടയാളപ്പെടുത്തിയ ഈ വികസനം കോർപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സലേമാനിയുടെ സാന്നിധ്യത്തിൽ ഫെബ്രുവരി 17-നാണ് നടന്നത്.
പർവ്വത പ്രദേശങ്ങളിലെ ദുർബലമായ ഭൂപ്രദേശങ്ങളായാലും കഠിനമായ കാലാവസ്ഥ നേരിടുമ്പോഴായാലും IRGCയുടെ കരസേനയ്ക്ക് കൃത്യമായ ആശയവിനിമയം നൽകുന്നതിനാണ് അത്യാധുനിക സംവിധാനമായ ഖദം 270ഉം 450ഉം ഉള്ള വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ 3-ൽ ഇതും പങ്കെടുക്കുമെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്.